ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചമുളക് അരച്ച രസമാണ്. അതിന് വേണ്ടത് പുളി എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, കടുക്, പച്ചമുളക്, വെളുത്തുള്ളി, സാമ്പാർ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വളരെ ടേസ്റ്റാണ് ഇതിലിടുമ്പോൾ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ. അപ്പം നമുക്ക് കൂട്ട് തയ്യാറാക്കാം. എടുത്തു വച്ചിരിക്കുന്ന പുളി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയും പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. നല്ല ജീരകം, ചെറുജീരകമാണ്. മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മഷിയായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല മഷി പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. എണ്ണ, കടുക്, കറിവേപ്പിലയും ഉള്ളിയും ഉള്ളവർക്ക് ഇടാം. ഞാനിതിൽ കൊത്തുമല്ലി ഇടുന്നത് കൊണ്ട്, പച്ചക്കൊത്തുമല്ലി ഇടുന്നത് കൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടായിപ്പോവും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. പച്ച മണമൊന്ന് നന്നായിട്ട് മാറിക്കിട്ടണം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് മൂത്തിട്ടുണ്ട്, നല്ലതുപോലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചു. ഇത് അരച്ച അരപ്പിൽ നിന്ന് ഞാനെടുത്ത വെള്ളമാണ്. മിക്സിയിൽ നിന്ന്, ജാറിൽ നിന്ന് എടുത്തതാണ്. ഇനി കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് സാമ്പാർ പൊടി, വളരെ ടേസ്റ്റാണ് സാമ്പാർ പൊടി ഇതിൽ ചേർക്കുന്നത്. രണ്ട് ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് സാമ്പാർ പൗഡർ. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ എന്നാണ് വാങ്ങുന്നത്. ബ്രാഹ്മിൻസ് ഇതിൻ്റേതാണ് ഞാൻ വാങ്ങുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി നമ്മുടെ പച്ചക്കൊത്തുമല്ലി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. രസം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. വളരെ ടേസ്റ്റാണ്. ഞാനിതിൽ സാമ്പാർ പൗഡർ ചേർത്തത് കൊണ്ട് കായപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത് നാളെ ഒരു വീഡിയോയുമായി കാണാം.